സംഘടിത മതങ്ങളില് 3000-3500 വർഷത്തിൽ കൂടുതൽ പഴക്കം അവകാശപ്പെടാൻ കഴിയുന്ന മതങ്ങളില്ല. മനുഷ്യന് അതിനു മുന്നേ എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് കുടുംബം. മറ്റൊന്നാണ് വിവാഹം. ഇപ്പോ പലപ്പോഴും അറിയാം, അതിന്റെ ഒരു ഇതറിയാനായിട്ട് ഇപ്പൊ ബൈബിള് വായിച്ചു നോക്കുകയാണ്. പുതിയ നിയമത്തിൽ തന്നെ ക്രിസ്തുവിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ 100% കുടുംബ വിരുദ്ധമാണ്. ഈസ് ആൻ ആന്റി ഫാമിലി മാൻ. കുടുംബത്തെയും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേൾക്കുന്ന പോലും ക്രിസ്തുവിന് അലർജി ആയിരുന്നു എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. കുടുംബം അല്ല, എന്റെ കൂടെ വരിക, നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരനെയൊക്കെ വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഗോസ്പൽസ്, അംഗീകരിച്ച ഗോസ്പൽസിന്റെ കാര്യം പറയും. പക്ഷെ ഇന്ന് ആ മതത്തിൽപ്പെട്ടവര് കുടുംബത്തിന്റെ മുഴുവൻ കെട്ടുറപ്പും തങ്ങളുടെ മതമാണെന്നാണ് പറയുക. കുടുംബത്തിൽ ശാന്തി ഉണ്ടാവാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ നിങ്ങൾ ഇത് ചെയ്യുക, അത് ചെയ്യുക. എന്നാൽ അതിന്റെ നായകൻ പറഞ്ഞു കുടുംബം എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. വിവാഹമായാലും കുടുംബമായാലും നമ്മൾ ഉണ്ടായത് പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ. ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് കൺക്ലൂഷൻ എന്നാണ് പറയുന്നത്. യഥാർത്ഥപരമായ തലത്തിലുള്ള ഒരു നിഗമനമാണ് കുടുംബം. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോ തിയറി ഓഫ് ഇവല്യൂഷൻ, അതായത് നമ്മൾ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് ഡാർവിൻ പറഞ്ഞതുപോലെ സമൂഹത്തിലെ എല്ലാ കസ്റ്റംസും ഇവോൾഡ് കസ്റ്റംസ് ആണ്. ഒരു ദിവസം രാവിലെ ഒരു നോട്ടീസ് ഉണ്ടാക്കി ഇട്ട് ഇന്ന് മുതൽ ആണും പെണ്ണും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞുണ്ടായതല്ല നമ്മുടെ സമൂഹത്തിൽ വിവാഹം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു കഷ്ടവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നാളെ മുതൽ ആണും പെണ്ണും ഇങ്ങനെ നടന്നാൽ പോരാ, കുടുംബം വേണം എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റിലൂടെയോ ഉത്തരവിലൂടെയോ ഒന്നും വന്നതല്ല. ഇത് ഒരുപാട് ഘട്ടങ്ങളായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ സംജാതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. എങ്ങനെയാണ് കുടുംബം വരിക? ഏതൊരു സമൂഹത്തിലും കുടുംബത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയേണ്ടത് ദൈവത്തിന് അത് നന്ന് എന്ന് തോന്നി എന്ന് പറയുന്നു. നമുക്കും അത് നന്ന് എന്ന് തോന്നുമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ മൊബൈൽ ഫോൺ തന്നെ വന്നു, അത് നന്ന് അല്ലെ നല്ലത് എന്ന് തോന്നി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നാളെ വേറെ ഒരെണ്ണം വരുന്നു, അത് നല്ലത് എന്ന് തോന്നുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഒരു അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തില് കുട്ടികൾ ഉണ്ടാവുകയും കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ, ഈവൻ ഒരു കാട്ടാള സമൂഹത്തിലാണെങ്കിലും കുട്ടികളുടെ സംരക്ഷണം ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുമ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഒരു മതത്തിന്റെയും ഒരു ഇറക്കലിന്റെയും സഹായമില്ലാതെ അതാത് മനുഷ്യര് എത്തിച്ചേരുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ എത്തിച്ചേരുന്ന ഒന്നാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബം. വിവാഹത്തിന്റെ പ്രധാനം എന്തുകൊണ്ട് വിവാഹം ഇല്ലാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോയിക്കൂടാ? പോകാൻ സാധിക്കും. പക്ഷെ പ്രശ്നം, ഒരു വിവാഹം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഒരു പെണ്ണിന്റെ പുറകെ ഒന്നിലധികം പുരുഷന്മാർ, അല്ലെങ്കിൽ ഒരു പുരുഷന് പുറകെ ഒന്നിലധികം സ്ത്രീകൾ, അവിടെ ഉണ്ടാകുന്നത് സ്ട്രൈഫാണ്, സംഘർഷമാണ്, മത്സരമാണ്, പലപ്പോഴും രക്തരൂക്ഷിതമായിരിക്കും. ഇപ്പൊ ജയിക്കുന്ന ആൾക്ക് പോലും കുടുംബജീവിതം നയിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും. സംഘർഷത്തിനൊക്കെ ശേഷം പെയിന്റും പോയി ആക്സിലേറ്റർ ഒക്കെ ഒടിഞ്ഞായിരിക്കും അയാള് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഓരോ വിവാഹത്തിനും ഓരോ ബന്ധത്തിനും മുന്നേയും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശാന്തിയെ തകർക്കുന്ന സ്ട്രൈഫ് അല്ലെങ്കിൽ സംഘർഷമുണ്ട്. ഇത് നിരന്തരമാകുമ്പോൾ കാട്ടാളരാണേലും മനുഷ്യർ കൂടിയിരുന്ന ആലോചിക്കട്ടെ, ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യണം. വി ഹാവ് ടു ഫിക്സ് ദ ഇഷ്യൂ. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഇന്ന പെണ്ണ് ഇന്നാർക്ക്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോകും. ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് ബ്രാക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നൈസർഗികമായ ഒരു പ്രക്രിയയാണ്. അങ്ങനെയാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത്. ആദ്യത്തെ വിവാഹങ്ങള് ഏതെല്ലാം അപരിഷ്കൃത സമൂഹങ്ങളിൽ നടന്നിട്ടുണ്ടോ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതൊരു പ്രായോഗികത അടിസ്ഥാനത്തിലാണ്, അല്ലാതെ അത് ഏതെങ്കിലും ഒരു മതം കൊണ്ടുവരികയോ ഇറക്കുകയോ ചെയ്തതല്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിന്റെ കാര്യം. കുടുംബം പലപ്പോഴും അറിയാം, പണ്ട് പ്രാചീനമായി കുടുംബം ഇല്ലായിരുന്നു. കുടുംബം ഇല്ലായ്മയേക്കാൾ നല്ലതാണ് കുടുംബം എന്ന് കണ്ടറിഞ്ഞത് കൊണ്ടാണ് മനുഷ്യൻ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്ന് വെച്ച് കുടുംബം ഇല്ലായ്മ മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാവർക്കും കുടുംബം ഉണ്ടെങ്കിൽ കുറച്ചു പേർക്ക് കുടുംബം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യാം. പക്ഷെ എല്ലാവർക്കും കുടുംബം ഇല്ലെങ്കിൽ വിഷയമാണ്. അതുപോലെ തന്നെ സത്യം, അതുപോലെ നമുക്ക് സത്യവും മതമാണ് പ്രോത്സാഹിക്കുന്നത്. മതവും സത്യമായിട്ട് യാതൊരു ബന്ധമില്ല. മതത്തിന്റെ വിപരീതമാണ് സത്യം. ഇറ്റ് ഈസ് ആൻ ആന്റോണിയം ഓഫ് റിലീജിയൻ. ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ വിപരീതം. അതിനകത്ത് സത്യം എന്ന് പറയുന്ന സാധനമില്ല, എല്ലാം മൊത്തം വിദ്യയാണ്. എന്തുകൊണ്ടാണ് സത്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരാളിങ്ങനെ ഇറക്കിയിട്ടാണോ ഒന്ന് സത്യം പറയൂ? അല്ല. നമ്മളെല്ലാം സത്യം വേണമെന്ന് പറയാൻ കാര്യം നമ്മളെല്ലാം സത്യസന്ധരായിട്ടല്ല. നമ്മളൊന്നും സത്യസന്ധരല്ല. ഞാനല്ല, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നമ്മൾ കുറച്ച് കള്ളങ്ങളൊക്കെ പറയും, അതിജീവനത്തിനായിട്ട് കുറച്ച് വൈറ്റ് ലൈസ്, ഹാംലെസ് ആയിട്ടുള്ള ലൈസ് ഒക്കെ പറയും.
പക്ഷെ ഒരാളെ ദ്രോഹിക്കാനോ അയാളെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള കള്ളങ്ങൾ പറയാറില്ല. അങ്ങനെ മുന്നോട്ട് പോകാനോ ആകില്ലല്ലോ. നമ്മളാരും സത്യം പൊതുവെ പൂർണ്ണമായും സത്യം പറയുന്നില്ലെങ്കിലും നമ്മളോട് ആരെങ്കിലും കള്ളം പറയുന്നത് നമുക്കിഷ്ടമല്ല. അപ്പോ എന്നോട് വേറൊരാൾ കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ലെങ്കിൽ, അയാളോട് കള്ളം പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, സമൂഹത്തിൽ ആർക്കും കള്ളം സ്വീകാര്യമല്ല. കള്ളം ആർക്കും സ്വീകാര്യമല്ലെങ്കിൽ അതിന്റെ വിപരീതമായ സത്യം തെരഞ്ഞെടുക്കപ്പെടും. ഇതാണ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഒരെണ്ണം റിജക്ട് ചെയ്യപ്പെടുന്നു, മറ്റൊന്ന് അബ്സോർവ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ സ്നേഹം എല്ലാവരും ഏതെങ്കിലും ഒരു അമ്മ വന്ന് സ്നേഹിക്കണം, നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്. നിങ്ങൾ പറക്കണം 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 എന്ന് പറഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റും. ഒരു അമ്മ വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ വന്ന് പറയുകയാണ്, നിങ്ങൾ പറക്കണം പറക്കണം, ഭയങ്കര ട്രാഫിക്കാണ്, വണ്ടിയൊക്കെ പോകുന്നു, നിങ്ങൾ അതുകൊണ്ട് പറന്ന് പറന്ന് പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റില്ല. പക്ഷെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല. നമുക്ക് സ്നേഹിക്കാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല ഈ സ്നേഹവും കരുണയൊക്കെ ഉള്ളു. നിങ്ങൾക്ക് ഒരു നായ പ്രസവിച്ച് കിടക്കുമ്പോൾ അതിന്റെ കുട്ടിയെ പോയി എടുക്കാൻ പറ്റും. അപ്പൊ തള്ളനായ്ക്ക് അതിന്റെ കുട്ടിയോടുള്ള സ്നേഹത്തെ വെറും നായ സ്നേഹമായിട്ട് നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ലല്ലോ. അത് സ്നേഹം തന്നെയാണ്. ഒരു കാക്കയെ നിങ്ങളൊന്ന് എറിഞ്ഞു നോക്കും. ഒരു കാക്കയെ നിങ്ങൾ എറിയുമ്പോൾ കാക്കകളെല്ലാം കൂടെ കൂടി വരുന്നു. എന്താണ് അവിടെ? അവരുടെ ആ സഖാക്കളാണ്. ഒരു സമൂഹം ആയിട്ട് ജീവിക്കുന്ന ഏത് ജീവിയിലും, ഒരു സൊസൈറ്റി ഉള്ള ഏത് ജീവിയിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ കാണുന്ന മിക്കവാറുമുള്ള സ്നേഹം, സഹകരണം, പരോപകാരത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ തന്നെ വാമ്പയർ ബാറ്റ്സ് എന്ന് പറയുന്ന ശരിച്ച് കാവലുകളുണ്ട്. ഈ ബാറ്റ്സ് ശരിക്കും രക്തം കുടിക്കുന്ന ജീവി തന്നെയാണ്. പശുവിന്റെയൊക്കെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തം കുടിക്കും. മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് രക്തം കുടിക്കുന്ന ബാറ്റ് ഡ്രാക്കുളയുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ പേടിക്കണ്ട. പക്ഷെ ഈ കന്നുകാലികളുടെയൊക്കെ മുകളിൽ ചെന്നിരുന്നിട്ട് രക്തം കുടിക്കുന്ന ബാറ്റ്സ് ഉണ്ട്. ഇത് രക്തം ശേഖരിച്ചിട്ട് അതിന്റെ തൊണ്ടക്കുഴിയിൽ അത് ശേഖരിക്കും. മൊത്തം കുറച്ച് കുടിച്ചിട്ട് കുറച്ച് ശേഖരിക്കും. എന്നിട്ട് തിരിച്ചു കൂട്ടിൽ വന്നിട്ട് അതിന്റെ കൊച്ചു കിളികൾക്കും അല്ലെങ്കിൽ തള്ളക്കിളിക്കോ ഒക്കെ കുറേശ്ശെ ഇത് തുപ്പിക്കൊടുക്കും. അത് തുപ്പിക്കൊടുത്തിട്ട് പിന്നെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെയുള്ള അവർക്കും കൊടുക്കുകയാണ്. ഈ രക്തം ആർക്കൊക്കെ താൻ കൊടുത്തു എന്ന് ഈ ബാറ്റിനറിയാം, ഈ വാവലിനറിയാം. ഇതറിയാവുന്ന മാത്രമല്ല, താൻ ആരിൽ നിന്നൊക്കെയാണ് രക്തം ശേഖരിച്ചതെന്ന് ശേഖരിക്കുന്ന ബാറ്റിനും അറിയാം. പിന്നെ നമ്മൾ കാണുന്നത് ആരാണോ രക്തം ശേഖരിച്ചത് അല്ലെങ്കിൽ വാങ്ങിയത് അയാൾ പോയി രക്തം ശേഖരിക്കുകയും തിരിച്ചു കൊണ്ടുവന്ന് കടം വീട്ടുകയും ചെയ്യുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് ഒബിയസ് ആയിട്ട് ഈ വാമ്പയർ ബാറ്റ്സിന്റെ ഇടയിൽ കണ്ടെത്തിയ ഒരു പ്രവണതയാണ്. ഇത് മനുഷ്യരൊക്കെ ചെയ്യുന്നതിന്റെയൊക്കെ അത്ര നല്ല, അവർക്ക് വളരെ ലോ ലെവൽ ഇന്റലിജൻസ് ആണുള്ളത്. അറിയാലോ, ബാറ്റുകള് അല്ലെങ്കിൽ സ്നേക്കുകള്, പാമ്പ്, അതിന്റെയൊക്കെ ശരിക്കും ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഭക്ഷണം, ആക്രമണം, ഇത് കവിഞ്ഞ് വേറൊന്നുമില്ല. അതിനകത്ത് ചിലരിങ്ങനെ പാമ്പിനെ എന്താ പറയാ, ഈ പാമ്പിനെ അത് ചുറ്റിയിട്ട് പാമ്പാട്ടി, അതൊക്കെ അതിനേക്കാൾ വലിയ തട്ടിപ്പാണ്. പാമ്പിന് കേൾക്കാനാവില്ല, ബാഹ്യകരണങ്ങളില്ല. നിങ്ങൾ കർണാടക മ്യൂസിക് ആണോ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണോ മൈക്കിൾ ജാക്സൺ ആണോ പാടുന്നത് പാമ്പിനറിയില്ല. പാമ്പാകെ പ്രതികരിക്കുന്നത് ആ വടിയുടെ ആ ഒരു പ്രകോപനപരമായ ചലനമാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഊതാതെ തന്നെ നിങ്ങൾ മ്യൂട്ടിലിട്ടെന്ന് കാണിച്ചാലും പാമ്പ് ഇതേ കണക്ക്. അതൊക്കെ ഇതിന്റെ ഒരു തട്ടിപ്പാണ്. പാമ്പിനെ വെച്ച് കാശുണ്ടാക്കുന്ന ഓരോരുത്തർ. അതേ കണക്ക് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ വാമ്പയർ ബാറ്റ്സിന്റെയും അതേപോലെ തന്നെ അറേബ്യൻ ബാബ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു പക്ഷികളുടെ ഇടയിൽ ഇതേ കണക്കുള്ള സോഷ്യൽ ബിഹേവിയർ, സൊസൈറ്റൽ ബിഹേവിയർ കാണാറുണ്ട്. കടം വാങ്ങലുകൾ, കൊടുക്കലുകൾ, കടം വീട്ടലുകൾ, പരോപകാര, അൾട്രൂയിസം. ഈ അൾട്രൂയിസം നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ ഒരിക്കലും ആലോചിച്ച് നോക്കുക, പക്ഷികളുടെ ഇടയിലുള്ളത് വളരെ നൈസർഗികമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിന് മാറ്റം വരുത്താറുണ്ട്. നമ്മൾക്ക് പരോപകാര പ്രവണത ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും അങ്ങനെ ചെയ്യാറില്ല. ഉദാഹരണമായിട്ട് ഭക്ഷണത്തിനല്ലാതെ അല്ലെങ്കിൽ വെല്ലുവിളിക്കപ്പെടാതെയും ഭക്ഷണത്തിനും അല്ലാതെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ്. വേറെ ഒരു ജീവി അത് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു അമേരിക്കക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഒരു പാകിസ്ഥാനിയുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുമ്പോൾ അവൻ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അവന് വെറുതെ അവന്റെ നെഞ്ച് പിളർക്കുകയാണ്. എത്ര പേരെ വെടിവെച്ചു. നമ്മളിപ്പോ ഒരു ഹിരോഷിമയിലെ ബോംബിട്ട ആള്
ആരുടെ മേളിലാണ് ഈ ബോംബിടുന്നത് എന്ന് അയാൾക്കറിയില്ല. കുഞ്ഞുകുട്ടികളുണ്ടാവാം, വൃദ്ധരുണ്ടാവാം, സ്ത്രീകളുണ്ടാകാം, എല്ലാവരും ഉണ്ടാവാം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്ന ഏകജീവി മനുഷ്യനായി. മറിച്ച് ബാക്കിയുള്ള മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ജന്തുക്കളുടെ സഹജമായിട്ടുള്ള ചോദനയിൽ ഉണ്ട്. പക്ഷെ നമുക്കൊരു 1450cc ബ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള സ്നിഗ്ധവാസം, ഉദാഹരണമായിട്ട് കല, ഒരു കലാകാരൻ നമ്മളുടെ അടുത്ത അതിഥിയായി സംസാരിക്കാനുണ്ട്. അപ്പൊ ഒരു കുരീപ്പഴ ശ്രീകുമാർ ഒരുപക്ഷെ സിംഹങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ പുലികളുടെ ഇടയിലോ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ അതെന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ബ്രെയിനിന്റെ പ്രത്യേകത, ഇവല്യൂഷൻ വഴി നമ്മൾ സെലക്ട് ചെയ്ത് വരുന്ന നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ഇത്തരം കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. ഇപ്പോഴും ബംഗ്ലാദേശിൽ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ജരാബ എന്ന് പറയുന്ന ഒരു ട്രൈബ്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമയത്ത് അവര് ദേ ആർ വെരി ഹോസ്റ്റൈൽ ടു ഫോറിനേഴ്സ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ കൊല്ലുകയാണ്. സംഭാഷണമൊന്നുമില്ല, അതേ ജസ്റ്റ് കിൽ. എന്നുവെച്ചാൽ വേറൊരു ചാൻസ് അവിടെ മാറ്റി വെക്കുന്നത്. ഈ അടുത്തിടെ ഈ സുനാമി 2004 സുനാമി വന്നപ്പോ ഈ ആൻഡമാൻ നിക്കോബാറിലെ ഈ ജരാബ ട്രൈബ് മുഴുവൻ നശിച്ചു പോയെന്ന് ഇന്ത്യ ഗവൺമെന്റിന് സംശയം ഉണ്ടായി. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റേഴ്സ് അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇവർക്ക് എന്ത് സംഭവിച്ചു. അപ്പോ അവര് കാട്ടിനിടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ഹെലികോപ്റ്ററിന് ഷൂട്ട് ചെയ്യാണ്, ആരോസ് അസ്ത്രം ചെയ്യാണ്. ഹെലികോപ്റ്റർ കൊള്ളില്ല, പക്ഷെ അവരങ്ങനെയാണ് ചെയ്തത്. ഒരു വലിയ പക്ഷി അവരെ വന്ന് ആക്രമിക്കുന്നു എന്നാണ് അവർക്ക്. അവര് വസ്ത്രമൊന്നുമില്ല. ഇപ്പോഴും അടുത്തിടെ ഒരു 4-5 വർഷമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധം വന്നിട്ട് അതുവരെ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വർജിച്ചുകൊണ്ട് അവർ ശരിക്കും ഒരു ചിമ്പാൻസി സമൂഹം പോലെ ജീവിക്കുകയാണ്. അതായത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അവർക്ക് ഇത് വേറെ ഒരു കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന ഒരു മൃഗം എങ്ങനെ നമ്മളോട് പെരുമാറും അതേ കണക്കാണ് ആ ട്രൈബ് പെരുമാറുന്നത്. അപ്പൊ മനുഷ്യൻ വരുന്ന ഒരു വഴിയുണ്ട്. നമ്മളെ ഇന്ന് കാണുന്ന ഒന്നും നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു നോട്ടീസ് വഴി നമുക്ക് കിട്ടിയതല്ല, മറിച്ച് ക്രമമായ പടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ വസ്ത്രം ഉടുക്കുന്നത് എന്താണ്? വസ്ത്രം ഉടുത്തല്ല മനുഷ്യൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം വസ്ത്രം ഇല്ലാതെയാണ് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും. അങ്ങനെയാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് ഒരുപാട് അതിന്റെ ശാസ്ത്രപരമായിട്ടുള്ള പരികല്പനകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ മൂല്യങ്ങൾ. ഇപ്പൊ സ്നേഹം, അതുകൂടി പറയണമല്ലോ. സ്നേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പലരും സ്നേഹിക്കണം എന്ന് പറയുന്നു. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇപ്പോ ഡോക്ടർ അരുൺ എന്റെ സമീപമായിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഡാർവിനിയൻ സെലക്ഷൻ അനുസരിച്ച് അതെനിക്ക് സഹായകരമാണ്. അത് എന്റെ അതിജീവനത്തെ ശക്തിപ്പെടുത്തും. എങ്ങനെ? അദ്ദേഹത്തിന്റെ ശത്രുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പള്ളയിൽ ഒരു കത്തി ഇരിപ്പുണ്ടെങ്കിൽ അത് എനിക്കെതിരെയുള്ള ഒരു കത്തിയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് നേരെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റില്ല. എന്റെ വെരി സർവൈവലിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മളെപ്പോഴും റിസ്ക് അവോയ്ഡിങ് ആണ്. നമ്മുടെ അപകടത്തിനുള്ള സാധ്യതകൾ നീക്കം ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ നിലപാടുകൾ ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഒരു ശത്രുവാണ്. നിങ്ങളെല്ലാം എനിക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഓരോ നിമിഷവും ടെൻഷനാണ്. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്കത് വളരെ അനുകൂലമാണ്. എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എന്റെ അതിജീവനത്തെ അത് ശക്തിപ്പെടും. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സിനെ പിക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് വരുന്നതാണ്. അതായത് നമ്മളെ സഹായിക്കുക. നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്കത് വളരെ സഹായകരമാണ്. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ടു us. അതേസമയം അയാള് എനിമിക്കലാണെങ്കിൽ നമുക്ക് ഒരുപാട് വി ഹാവ് ടു ബി ഓൺ അലേർട്ട്. അങ്ങനെ വരുമ്പോൾ പടിപടിയായിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു നിലപാടെന്ന നിലയിൽ സ്നേഹം അതിന് വിലയുണ്ടെന്ന് വരും. അത് അംഗീകരിക്കപ്പെടും. അങ്ങനെയാണ് നമ്മൾ സ്നേഹം അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സത്യം അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കുടുംബം അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിവാഹം അംഗീകരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ പ്രായോഗികമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ഇതിലെല്ലാം തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ അതിജീവനത്തെ ശക്തിപ്പെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതം കുറെയൊക്കെ അവകാശപ്പെടുന്നു. മതത്തിന് നമ്മൾ ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കാനും സാധിക്കില്ല, ഉള്ളതൊന്നും നശിപ്പിക്കാനും സാധിക്കും. ഒരു മനുഷ്യന്റെ സ്നേഹിക്കാനുള്ള വാസനയോ സത്യസന്ധതയോ അല്ലെങ്കിൽ അവന്റെ ഇന്റഗ്രിറ്റിയോ ഇതൊന്നും തന്നെ നശിപ്പിക്കാൻ മതത്തിനാവില്ല. പുതുതായിട്ടൊന്നും കൊണ്ടുവരാനും സാധിക്കില്ല. കാര്യം മതം എന്ന് പറയുന്നത് ഒരു ക്രയവിക്രയമാണ്. ഇറ്റ്സ് എ മാർക്കറ്റ് ഫിലോസഫി. ഇറ്റ്സ് എ മാർക്കറ്റ് ഫിലോസഫി. ഇപ്പൊ ഗീതയിൽ എന്താ പറയാ? നീ കൊല്ലുക, കൊന്നാൽ നിനക്ക് രാജ്യം, കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം. അപ്പൊ സ്വർഗം കാണിച്ച് പ്രലോഭിപ്പിച്ചും അതായത് സമ്മാനം കാണിച്ച് കൊതിപ്പിച്ചും നരകം കാണിച്ച് വിരട്ടിയുമാണ് മതങ്ങൾ ജനങ്ങളെ കൂടെ നിർത്തുന്നത്. ഇത് രണ്ടും നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ശിക്ഷയെ എപ്പോഴും ഭയക്കുന്നുണ്ട്, സമ്മാനത്തെ എപ്പോഴും നമ്മൾ കൊതിക്കുന്നുണ്ട്.
അപ്പൊ ഇത് രണ്ടുമുള്ള ഒരു ഫിലോസഫി ആളുകൾക്ക് പെട്ടെന്ന് ആകർഷമായി തോന്നും. അങ്ങനെയാണ് പലപ്പോഴും മതം ഈ എന്താ പറയാ സന്മാർഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനൊരു അധ്യാപകനാണ്. ബേസിക്കലി ഞാൻ ചൂരൽ ഉപയോഗിക്കാൻ പറ്റാത്ത അധ്യാപകനാണ്. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ പറഞ്ഞത്. പക്ഷെ സ്കൂളുകളിൽ പലപ്പോഴും ഒരു ക്ലാസ്സിൽ, ഒരു ഹൈസ്കൂളിലൊക്കെ ക്ലാസ്സിൽ കാണുന്ന ഒരു അച്ചടക്കം ഒരിക്കലും കോളേജിൽ കാണില്ല. കോളേജിൽ നമ്മൾ ക്ലാസ് അങ്ങോട്ട് എടുക്കുമ്പോഴായിരിക്കും നമ്മളുടെ ഇതിലേക്കൂടെ ഒരു ഇറങ്ങിപ്പോകും. നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും വേറെ രണ്ടുപേരും ഇറങ്ങിപ്പോയിട്ട് ഒരു പൂച്ച കരച്ചിലോ പട്ടി കരച്ചിലോ. അവിടെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മരുഭൂമിയിലെ വെള്ളം പോലെയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാം? ഈ സ്കൂളുകളിൽ വളരെ അച്ചടക്കത്തിൽ യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ 10 മണി മുതൽ 3:30 വരെ ഇരിക്കുന്ന കുട്ടികൾ കോളേജിൽ വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ഫ്രീഡം കിട്ടും. ഈ ഫ്രീഡം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കുട്ടി ഒരു കിളിയെ നമ്മൾ കുറെ നാളൊരു കൂട്ടിൽ പിടിച്ച് ഇടുകയാണെങ്കിൽ അത് നമ്മൾ ആ വാതിലെല്ലാം തുറന്നു നോക്ക്, കിളി പെട്ടെന്ന് പറന്നു പോവില്ല. കിളി പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു. ചേട്ടാ ഇതെന്താണ്? എന്തെങ്കിലും പറ്റിയോ? കൂടിന് എന്തെങ്കിലും പറ്റിയോ? ഈ കൂടിന്റെ നിർമ്മിതാവിന് എന്തെങ്കിലും പറ്റിയോ? ഒന്ന് അറച്ചിരിക്കും. പക്ഷെ പെട്ടെന്ന് പിന്നെ മനസ്സിലാവും കുഴപ്പമില്ല, എല്ലാം തുറന്നിരിക്കുകയാണ്, പറഞ്ഞു. അതേ കണക്ക് ആദ്യമായി കോളേജിലേക്ക് വരുന്ന കുട്ടികൾ ആദ്യത്തെ 1 മാസം വളരെ ഡീസന്റ്. ആ ഡീസൻസി കുറച്ച് കഴിഞ്ഞ് അങ്ങ് മാറുകയാണ്. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമായി. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇല്ലാത്ത ഒന്ന് നമ്മൾ ഉണ്ടാകും, നമ്മളത് അമിതമായി ഉപയോഗിക്കും. ഇപ്പൊ ചക്കക്കൂട്ടാൻ കഴിക്കാത്ത ഒരു കുട്ടി കുറെ നേരം ചക്കക്കൂട്ടാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണോ എന്നൊന്ന് ആദ്യം ഒന്ന് സംശയിക്കും, പിന്നെ വാരി ശരി. അതേ കണക്ക് വെൻ യു ഗെറ്റ് ദ ഫ്രീഡം യു ഡോണ്ട് യൂസ് ഇറ്റ് നോർമലി ബട്ട് യു അബ്യൂസ് ഇറ്റ്. നമ്മൾ ഉപയോഗിക്കുകയല്ല, ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്, അബ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കോളേജുകൾ പൊതുവെ, എന്റെ കോളേജിനെ കുറിച്ച് ഫത്വയുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലേണ്ടതുണ്ട്. പക്ഷെ പൊതുവിൽ കാണുന്ന ഒരു ക്ലാസ് റൂമിലെ അധ്യാപകൻ ചൂരൽ വടിയുമായി പോകുമ്പോൾ കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കുകയും, ചൂരൽ വടി പുറത്തിറങ്ങുമ്പോൾ അച്ചടക്കവും പുറത്തിറങ്ങുന്നുവെങ്കിൽ ആ കുട്ടികൾക്ക് അച്ചടക്കം ഇല്ല എന്നല്ല എന്റെ അർത്ഥം. ആണ്. നിങ്ങൾക്ക് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ, നിങ്ങൾ അവിടെ വെച്ച് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ വെച്ച് പൊരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല ആളാകും. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ല ആളാകാൻ ആഗ്രഹമുണ്ട് എന്നൊന്നും അതിനർത്ഥമില്ല, മറിച്ച് ശിക്ഷ ഭയന്ന് നിങ്ങൾ അനുസരിക്കുകയാണ്. ഇത് തന്നെയാണ് സർക്കസ് കൂടാരത്തിൽ നമ്മൾ സിംഹത്തെയും പുലിയെയൊക്കെ കളി പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? വാഴപ്പഴം കൊടുക്കും, അടി കൊടുക്കും, വാഴപ്പഴം കൊടുക്കും, മാംസകഷ്ണം കൊടുക്കും. നമ്മളൊരു മൃഗത്തെ, വന്യമൃഗത്തെ പരിശീലിപ്പിക്കുന്നതോടെ മനുഷ്യനെ പരിശീലിപ്പിക്കാം. അതിന് മനുഷ്യൻ ഒരു മൃഗമാണ്. പക്ഷെ അവിടെ സഹജമായി ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ സമ്മാനം കൊതിച്ചും ശിക്ഷ ഭയന്നും നമ്മൾ ഉണ്ടാകുന്ന ധാർമ്മികത എന്ന് പറയുന്നത് ഒട്ടിച്ചു വെച്ച ഒരു ധാർമ്മികതയാണ്. ഇറ്റ് ഈസ് എ പേസ്റ്റഡ് മൊറാലിറ്റി, ഇറ്റ്സ് നോട്ട് റിയൽ മൊറാലിറ്റി. റിയൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അവനെ ഉപദ്രവിക്കുന്നത് മോശമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ഉപദ്രവിക്കാതിരിക്കലാണ്. മറിച്ച് അവനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ നല്ലത് തരും എന്നറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കില്ല. അത് അതാണ് മതം പറയുന്നത്. മതം ഏതെങ്കിലും ധാർമ്മികത മുന്നിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്യൂഡോ മൊറാലിറ്റി, ഒരു കപടമായിട്ടുള്ള ധാർമ്മികതയാണ്. ആ കപട ധാർമ്മികതയിൽ സമ്മാനവും ശിക്ഷയുമാണ് യഥാർത്ഥത്തിൽ അതിന്റെ നിർവഹണത്തിനായിട്ട് മതം മുന്നോട്ട് വെക്കുന്നത്. അത് വ്യാജമാണ്. അത് ഒട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ ഒരു നാസ്തികന്റെ അല്ലെങ്കിൽ ഒരു മതരഹിതന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു പുഷ്പത്തിന്റെ സുഗന്ധം പോലെയാണ്, സഹജമായി ഉണ്ടാകും. അതേസമയം ഒരു മതപരമായിട്ടുള്ള സംസ്കാരം പ്ലാസ്റ്റിക് പൂക്കളാണ്. വളരെ കാണാൻ രസമൊക്കെ ഉണ്ട്. സോളമന്റെ ഒരു കഥയിൽ തന്നെ പറയുന്നതാണ്, പ്ലാസ്റ്റിക് പൂവിലൊരിക്കലും പൂമ്പാറ്റ വന്നിരിക്കില്ല, അല്ലെങ്കിൽ തേൻ കുടിക്കാൻ വണ്ട് വന്നിരിക്കില്ല, നല്ല പൂവിലേ വന്നിരിക്കും. നാസ്തികന്റെ സംസ്കാരം എന്ന് പറയുന്നത്, അവന്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്, അവന്റെ ധാർമ്മികത എന്ന് പറയുന്നത് ആ സഹജമായിട്ടുള്ള പൂവാണ്, അതിന്റെ സുഗന്ധമാണ്. അല്ലാതെ ശിക്ഷയും, ഇപ്പൊ ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ 72 ഹൂറിമാരെ കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഞാൻ ദാനം ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ മദ്യപ്പുഴയിൽ മുങ്ങിക്കുളിക്കാമെന്നോ, അല്ലെങ്കിൽ എന്റെ എനിക്ക് എന്താ പറയാ ഒരു സാധനം ഉണ്ടല്ലോ, എന്നെ പറയാം ഈന്തപ്പഴം. സാധാരണ ഈന്തപ്പഴമൊക്കെ നല്ല പൊക്കത്തില്ല, മുള്ളൊക്കെ ഉണ്ട്. ആ മുള്ളൊക്കെ ഉള്ള ഈന്തപ്പഴത്തിൽ ചാടിക്കേറികളുടെ അറബികള് അവിടെയൊക്കെ മുറിവൊക്കെ ഉണ്ടാക്കിയാണ് 1-2 ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കയറി പറിക്കൊന്നും വേണ്ട, നിങ്ങളുടെ വായിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന രീതിയിൽ ഈന്തപ്പഴം വന്ന് നിൽക്കും. അപ്പൊ ആളുകൾ എക്സൈറ്റഡ് ആയി. ശരി, പിന്നെ അവർക്ക് എന്തില്ല? യു ലോങ് ദ മോസ്റ്റ്, യു ലാക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും അധികം ഇല്ലാത്തത് അത് കൊടുക്കുക. മരുഭൂമിയില് ജലപ്രവാഹങ്ങളോ
ജലാശയങ്ങളോ ഇല്ല. അതുകൊണ്ട് അവരുടെ സ്വർഗത്തിൽ കംപ്ലീറ്റ് വാട്ടർ തീം പാർക്കുകളും ഒക്കെ ആയിട്ട് മാറ്റി. ബിക്കോസ് നമുക്ക് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ കൊടുക്കും. അപ്പൊ മനുഷ്യനെ ആകെപ്പാടെ വലവീശി പിടിക്കുക, അവനെ കൊതിപ്പിച്ചും അവനെ പീഡിപ്പിച്ചും ഒരു വല്ലാത്ത തടവറയിലേക്ക് മതം കൊണ്ടുപോവുകയാണ്. ഈ മതത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ മതരാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എത്തീസം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ഈസം അല്ല, മറിച്ച് അത് ഇസ് ബേസിക്കലി ലിബറേഷൻ. യു ക്യാൻ ബി എനിത്തിങ്, എവറിത്തിങ് ആൻഡ് നത്തിങ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയിത്തീരാം. ഒരു മതരഹിതനായാൽ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരനാവാം, കമ്മ്യൂണിസ്റ്റുകാരനാവാം, ജനതാദളുകാരനാവാം, കേരള കോൺഗ്രസ് മായാകാം, എന്ത് വേണേലും. നിങ്ങൾക്ക് ഒരു കച്ചവടക്കാരനാകാം. കാര്യം അത് ഞാനാണ് പറയുന്നത്, യു ക്യാൻ ബി എനിത്തിങ്, എവറിത്തിങ് ആൻഡ് നത്തിങ്. ചില അഡ്വക്കേറ്റുമാരുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റുമാർ ചിലര് ഒരു മിനിറ്റിന് 1,00,000 രൂപ വാങ്ങിക്കുന്ന അഡ്വക്കേറ്റുമാരുണ്ട്, വലിയ വലിയ അഡ്വക്കേറ്റുമാർ. ചിലർ ഇങ്ങനെ ചലത്താഹെ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ട്. ചിലര് ഫൈറ്റിംഗ് അഗേൻസ്റ്റ് അല്ലെ ഫ്ലൈസിനെതിരെ, ഈച്ചയ്ക്കെതിരെ വൻ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഈച്ചടി. അയാളും അഡ്വക്കേറ്റ് ആണ്. 3 പേർക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഉള്ളത്. ഒരാള് ലക്ഷങ്ങൾ ശ്വസിക്കുന്നതിന് തന്നെ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നു. ഒരു മതരഹിതന് അവന് ഇസങ്ങളില്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്തുമായി തീരാനുള്ള അനന്ത സാധ്യതകൾ അവനുണ്ട് എന്നുള്ളത്. അവൻ ഏതെങ്കിലും ഒരു ഇസത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറിയിലേക്ക് മാത്രം പരിമിതപ്പെടേണ്ട, മറിച്ച് പ്രകൃതി ശാസ്ത്രപരമായ ഒരു വീക്ഷണം, തെളിവുകളെ അന്വേഷിക്കുക, നമ്മുടെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തുക. മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു വിലക്കാണ്. അന്വേഷിക്കാനും ഉള്ള അധികാരത്തെ റദ്ദ് ചെയ്യുക, ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുക. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ മതം എന്ന് പറയുന്നത്. മതരാഹിത്യം എന്ന് പറയുന്നത് ഈ അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കലാണ്. അതിലേക്കുള്ള ഒരു കൂട്ടായ്മയായി ഞാൻ, നല്ല ഓഡിയൻസും നല്ല റിസപ്റ്റീവും ആണ്, കൂടുതൽ സംസാരിക്കാനുള്ള ആവേശം ഉണ്ടെങ്കിലും സമയം അദ്ദേഹം സംസാരിക്കാൻ കുഴപ്പമില്ല. എപ്പോഴും നമ്മളെ കുറച്ച് വിളമ്പുക എന്നുള്ളതാണ് കുഴപ്പമില്ല. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് ലിബറേഷൻ. യു കം ഔട്ട് ആൻഡ് എൻജോയ് ദ ഫ്രീഡം. ഇതൊക്കെ എന്തിനാണ് ചുമക്കുന്നത്? ഈ നുഖങ്ങളൊക്കെ ചുമന്ന് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ അവസാനം പ്രാർത്ഥിച്ച്, ഇപ്പൊ നരകീയമായിട്ടുള്ള അനുഭവങ്ങളിൽ പ്രാർത്ഥിച്ച് മരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ച് നരകിക്കാം എന്നല്ലാതെ, നരകിക്കുമ്പോ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച് നരകിക്കാം, അങ്ങനെ ഒരു ആഡഡ് അഡ്വാൻറ്റേജസ്. ഞാന് മൃത്യുവിന്റെ വ്യാകരണം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നാസീനാധിപത്യത്തിന് ശേഷം എഴുതിയ പുസ്തകമാണ് അത്. ശരിക്കും ഈ അർബുദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോളേജ് അധ്യാപകന്റെ ലാസ്റ്റ് അവസാന ദിവസങ്ങളിലെ ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. അത് അദ്ദേഹം പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച്, അദ്ദേഹത്തിന് ഈവൻ അമേരിക്കയിൽ പോലും അതിന് പാൻക്രിയാറ്റിക് ക്യാൻസറിന് ശരിക്കും ക്യൂർ ഇല്ല. അപ്പോ ഹിസ് കോളേജ് ഹസ് ഗിവൺ ഹിം എ ലാസ്റ്റ് ചാൻസ് ടു കണ്ടക്ട് ദ ലാസ്റ്റ് ലെക്ചർ. കോളേജ് പ്രൊഫസർ ആകുമ്പോൾ എപ്പോഴും ലെക്ചർ നടത്തുകയായിരിക്കും. അവസാനത്തെ ലെക്ചർ നടത്താനായിട്ടൊരു അവകാശം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് കാർനെഗി മെല്ലൺ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി, റാൻഡി പോഷ് എന്നാണ് അദ്ദേഹത്തിന് പേര്. അദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. 47 വയസ്സ്, 3 കുട്ടികൾ. മൂത്ത കുട്ടിക്ക് 7 വയസ്സ്, താഴത്തെ 4, 1.5. ആൻഡ് ഹി വാസ് കണ്ടക്ടിങ് ദ ലാസ്റ്റ് ലെക്ചർ. 500 പേരുള്ള ഒരു ഓഡിയൻസ്. 6 മാസം മാത്രം ബാക്കി ലൈഫിൽ എന്ന് വിധി എഴുതിയ സമയത്താണ് അദ്ദേഹം ലാസ്റ്റ് ലെക്ചർ നടത്തുന്നത്. ഈ വിഷയം ലോകമെമ്പാടും യൂട്യൂബിലിടേണ്ട 20 മില്യൺ ആൾക്കാർ കാണുകയുണ്ടായി. അതിനുശേഷം ദ ലാസ്റ്റ് ലെക്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകവും എഴുതപ്പെട്ടു. ആ പുസ്തകം ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ഏതാണ്ട് 6 മാസത്തോളം 1ാം സ്ഥാനത്ത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിൽ ലാസ്റ്റ് ലെക്ചർ ഒന്ന് കേൾക്കണം, നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം യൂണിറ്റേറിയൻ ചർച്ച് എന്ന് പറയുന്നൊരു ചർച്ചുണ്ട്. ശരിക്കും അതിനകത്ത് 35% നിരീശ്വരവാദികളാണ് അമേരിക്കൻ. അറിയാൻ എത്തിസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്കൊരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അപ്പോൾ അമേരിക്കയിലെ ഈ യൂണിറ്റേറിയൻ ചർച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രാചീന ജൂത ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മതവിഭാഗമാണത്. അതിനകത്ത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും നിരീശ്വരവാദികളും അഗ്നോസ്റ്റിക്കുകളും എല്ലാം ഉണ്ട്. അവർക്ക് അങ്ങനെ ആഘോഷമില്ല. പ്രാർത്ഥന വേണമെങ്കിൽ ചൊല്ലാം. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് അവിടെ പോയി ചായ കുടിക്കാം, കുറച്ചു പേർക്ക് അവിടെ നിന്ന് സിനിമ കഥ പറയാം, കുറച്ചു പേർക്ക് വേണേൽ മുട്ടിപ്പോയി പ്രാർത്ഥിക്കാം, കുറച്ചു പേർക്ക് ആഹാ പറയാം, ഓഹോ പറയാം, എല്ലാം പറയാം. ഇറ്റ്സ് സോ ഫ്രീ. അതാണ് യൂണിറ്റേറിയൻ ചർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റർനെറ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരിലെ ഒരാളാണ് റാൻഡി പോഷ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ലാസ്റ്റ് ലെക്ചറിൽ അദ്ദേഹം പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ എന്നോട് പറയരുത്. ഒന്ന്,
ഐ എം നോട്ട് ഗോയിങ് ടു സേ എനിത്തിങ് അബൌട്ട് റിലീജിയൻ ഇൻ ദിസ് സ്പീച്ച്. ഭയങ്കര ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആൾക്കാർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ട കാര്യം. ജീവിതത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും കരുതുന്നത് നമുക്ക് ഒരുപാട് വർഷം മുന്നിലുണ്ടെന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാണ് കരുതിയിരിക്കുന്നത്, ഞാൻ ഇന്നൊന്നും തിരുന്നില്ല എന്നാണ് എന്റെ സങ്കല്പം. അതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്നൊരു കത്ത് കിട്ടുകയാണ്, യുവർ ഡേയ്സ് ആർ നമ്പേർഡ്, ദിനങ്ങൾ എണ്ണപ്പെടുന്നു എന്നൊരു കത്ത് കിട്ടുമ്പോൾ നിങ്ങൾ മറ്റൊരു മനുഷ്യനായി മാറുകയാണ്. അപ്പൊ ആളുകൾക്കറിയാം ഈ മനുഷ്യൻ ഈസ് ഓൺ ദ വേർഡ്സ്, അറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് ഇയാൾ തമാശകൾ പറയുന്നുണ്ട്, അപ്പൊ കരയണോ ചിരിക്കണോ എന്ന് അവർക്കറിയില്ല. അയാൾ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അത്രയും ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് പുള്ളി പുഷപ്പ് ചെയ്യും. ഒരു കയ്യിൽ 3 പുഷപ്പ് ചെയ്യും. അപ്പൊ ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അയാൾ മരിക്കാൻ പോവാണ്. അപ്പൊ മരിക്കാൻ പോകുന്ന ആളുകളുടെ പക്ഷേ ആ സ്പീച്ച് ഒന്ന് കാണുന്നതാണ്. ദ ലാസ്റ്റ് ലെക്ചർ ഫുള്ള് ഇന്റർനെറ്റിലുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഐ ആം നോട്ട് ഗോയിങ് ടു സേ എനിത്തിങ് അബൌട്ട് റിലീജിയൻ. മതത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയാൻ പോകും. പക്ഷെ എനിക്കൊരു ലാസ്റ്റ് ഈ മരണക്കിടക്കയിൽ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് ഈ കൺഫെഷൻ, ഡെത്ത് ബെഡ് കൺഫെഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആളുകളെല്ലാം വീണ്ടും അതെന്താണ് അങ്ങനെ മാറ്റം, ഇയാള് ഇങ്ങനെ പ്രാർത്ഥനകളും അതിലൊന്നും പുള്ളിക്ക് യാതൊരു താല്പര്യമില്ല. പുള്ളിയെ അവസാന 6 മാസം പൊന്നെ പോലെ കൊണ്ട് നടക്കാം, ടൂറുകൾ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുപാട് മതസംഘടനകൾ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ വീഡിയോ വഴി അവരെ അഡ്രസ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് അതിനകത്തൊന്നും ഒരു താല്പര്യം. പക്ഷെ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞു ഐ ഹാഡ് എ ഡെത്ത് ബെഡ് കൺവേർഷൻ. അവസാന നിമിഷം എനിക്കൊരു കൺവേർഷൻ ഉണ്ട്. അപ്പോ സൊസൈറ്റി ആ ഓഡിയൻസ് മുഴുവൻ എക്സൈറ്റഡ് ആയി. എന്താണ് ആ കൺവേർഷൻ? അദ്ദേഹം പറഞ്ഞു ഐ ബോട്ട് എ മാക്കിൻടോഷ്. ഞാനൊരു മാക്കിൻടോഷ് കമ്പ്യൂട്ടർ വാങ്ങിച്ചു. മാക്കിൻടോഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അയാൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന വേറെ ഒരു സ്ഥിരം വാങ്ങിക്കുന്ന പ്രിഫർ ചെയ്യുന്ന വേറൊരു കമ്പനിയുടെ ആയിരുന്നു. ബട്ട് ജസ്റ്റ് എ ചേഞ്ച് ഓഫ് മൈൻഡ്. ഇപ്പോ ഉദാഹരണമായിട്ട് മാരുതി കാറുകൾ മാത്രം വാങ്ങിക്കുന്ന ഒരാള് അവസാനം മാരുതി മാറ്റിയിട്ട് ഒരു ഹൈണ്ടായിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അതൊരു കൺഫെഷൻ ഇസ് എ കൺവേർഷൻ എന്ന് പറഞ്ഞ് ഈ ഓഡിയൻസിനെ മുഴുവൻ ശരിക്കും കളിയാക്കുകയായിരുന്നു ആൻഡി പോഷി. ആൻഡി പോഷി പറഞ്ഞു നോ റിലീജിയൻ, നോ ആൾട്ടർനേറ്റ് മെഡിസിൻ. എന്റെ ഒരിക്കൽ പച്ചില വെച്ച് മാറ്റിത്തരാം, മറ്റേ ചുണ്ണാമ്പ് തേച്ച് മാറ്റിത്തരാം, ആഹാരം കഴിക്കാതെ മാറ്റിത്തരാം എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ആരും വരരുത്. ഞാൻ ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ ലൈഫ് വിത്ത് ഓത്തന്റിക് മെഡിസിൻ. ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഭാഷണം ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയത്. അതായത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇറ്റ്സ് സംതിങ് ലൈക്ക് എന്താ നമ്മളെ ലോട്ടറി എന്ന് പറയുമ്പോൾ ഭാഗ്യം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സമാനതകളില്ലാത്ത ഒരു അവസരമാണ് ജീവിതം. ഒന്നാലോചിച്ച് നോക്കുക. നമ്മള് ഒരു സ്പേമാണ് ഒരു അണ്ടത്തില് ചേർന്നിട്ടാണ് ഒരു ജീവനുണ്ടാവുക. കോടിക്കണക്കിന് സ്പേമുകൾ ഒരു ജനനം ഉണ്ടാവുമ്പോൾ നശിക്കുന്നത് കോടിക്കണക്കിന് സ്പേമുകളാണ് എന്നാലോചിക്കും. അതെല്ലാം പൊട്ടൻഷ്യൽ ലൈഫ്സ് ആണ്. അപ്പം സമാനതകളില്ലാത്ത ഈ അവസരം ഞാൻ അതിനകത്ത് ഈ പുസ്തകത്തിന്റെ കാര്യം പറയാമെന്ന ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചായിരുന്നു. എനിക്ക് പലരെയും അനുഭവമുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിൽ നമ്മൾ RCCയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഈ പ്രാർത്ഥനാ തൊഴിലാളികൾ വരും. എന്നിട്ട് ചോദിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെയോ നിങ്ങൾക്ക് വേണ്ടി? അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പ്രാർത്ഥിക്കട്ടെയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്യും എന്നെങ്കിലും പറയാതിരിക്കില്ല. ഇറങ്ങിപ്പോ അടിച്ച് അന്നേരം ഒന്നും വിടാൻ പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ട് അവര് തൊഴിലാളികളാണ്. ദേ ആർ യൂണിഫോം, ഇൻ യൂണിഫോം ടു പ്രേ. പ്രാർത്ഥനാ തൊഴിലാളി എന്ന് പറയും. നമ്മൾ ഈ കാഷ്യർ, ക്ലാർക്ക് എന്നൊക്കെ പറയുന്നത് അത് അവരുടെ ഉപജീവന മാർഗമാണ്. പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന തൊഴിലാളി പ്രാർത്ഥിച്ചോ എന്നോ പ്രാർത്ഥിച്ചില്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ വീട്ടിലൊരാൾ പറമ്പ് കളയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾ കളച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും, കൂലി കൊടുക്കാം. പ്രാർത്ഥനയ്ക്ക് അങ്ങനെയില്ല. അയാൾ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ചിലർ പറയാനുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ കാപട്യമാണ്. മനസ്സിലായില്ലേ? ഒരു ചെലവും ഇല്ലല്ലോ. ഇതിനെന്താ ഇവിടെ ഒരു റെക്കോർഡും ഇല്ല, ലെഡ്ജറും ഇല്ല, ഒന്നുമില്ല. പ്രാർത്ഥിക്കാന്ന്. പക്ഷെ ലെഡ്ജർ ഉണ്ടാവും എങ്ങനെയാണെന്നറിയോ? മതം എന്ന് പറഞ്ഞ ഒരു മമ്മൂഞ്ഞാണ്. എല്ലാ നല്ല അനുഭവങ്ങളും എല്ലാ നേട്ടങ്ങളും ക്ലെയിം ചെയ്യുന്ന ഒരു മമ്മൂഞ്ഞാണ് മതം. അപ്പൊ പ്രാർത്ഥിക്കാൻ ഞാൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പൊ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് പറയാ നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പറയും ചേട്ടൻ ഒന്ന് പ്രാർത്ഥിച്ച് നടന്നു കേട്ടോ. പക്ഷെ എന്താ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് മതത്തിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? മതമല്ല ഇത്തരത്തിലുള്ള സംഗതികളുടെ വലിയ അഡ്വാൻറ്റേജ് അല്ലേ? സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ക്ലെയിം ചെയ്യും. ജസ്റ്റ് ഡു ദ മമ്മൂൺ. അപ്പൊ ഞാൻ പറഞ്ഞ രോഗത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പലരും വലിയ തോതിൽ ഞാൻ നിങ്ങളെ പുസ്തകം വായിച്ചിട്ട് അറിയാം. ഞാൻ എന്റെ അനുഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ
സ്തനാർബുദം ബാധിച്ചാണ് മരിച്ചത്. ഷി വാസ് ഓൺലി 56. അമ്മ നല്ലൊരു ബിലീവറായിരുന്നു, നല്ല വിശ്വാസിയായിരുന്നു. ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, പിന്നെ അത് ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് മരിച്ചത്. അപ്പൊ അമ്മ പല ഘട്ടത്തിലും എന്നോട് പറയാറുണ്ടായിരുന്നു, അത് ചെയ്യണം, ഇത് ചെയ്യണം, വഴിപാടുകൾ, മതപരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളെല്ലാം, ജീവന് വേണ്ടിയുള്ള അവസാന പോരാട്ടം. അപ്പൊ അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ പലതും ഞാൻ തന്നെയാണ് പോയി ചെയ്തു കൊടുക്കുന്നത്. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക, പ്രസാദം വേണമെന്ന് പറയുമ്പോൾ പ്രസാദം. എനിക്ക് പിന്നെ പ്രേത ഭൂതത്തിലുള്ള വിശ്വാസം ഇല്ല എന്നൊന്നുമല്ല, അതൊന്നുമല്ല. അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന, നമ്മൾ ഒരു നുള്ളു ചോറ് കൊടുക്കുന്ന പോലെയോ ഒന്ന് തടവി കൊടുക്കുന്ന പോലെ ആയിരിക്കും ഒരുപക്ഷെ ഒരു നല്ല വാക്കും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ഞാനത് ചെയ്തു. ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ഘട്ടമായപ്പോൾ കരളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ സ്വഭാവത്തിൽ അമ്മയ്ക്ക് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പരാതികൾ, അത് ഞാൻ പെട്ടെന്ന് മരിക്കുന്നു എന്നൊക്കെയുള്ള മനുഷ്യ സഹജമായിട്ടുള്ള പരാതികളുണ്ട്. പക്ഷെ ഒരു ലാസ്റ്റ് 1 month ആയപ്പോഴത്തേക്ക് അമ്മ വല്ലാതെ ശാന്തയായി. അമ്മയ്ക്കിടെ പരാതികളും ആവശ്യങ്ങളും നിർബന്ധങ്ങളും എല്ലാം കുറഞ്ഞു. ഞാൻ അതോടൊപ്പം ശ്രദ്ധിച്ചു അമ്മയുടെ ഈ റിലീജിയോസിറ്റിയും കുറഞ്ഞു. അല്ലെങ്കിൽ ദിവസവും രാത്രിയിൽ ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ ശിവ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നത് ഞാൻ അവിടെ കിടന്ന് എനിക്ക് കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, ഹൃദയം ദ്രവീകരിക്കുന്ന രീതിയിൽ വിളിക്കുമായിരുന്നു. പക്ഷെ ലാസ്റ്റ് 1 month ഐ വുഡ് സേ ദാറ്റ് ഷി വാസ് വെരി വെരി ഡോർമന്റ് റിലീജിയസ്ലി. പ്രാർത്ഥന ഞാൻ ഇടയ്ക്ക് ചോദിക്കാറ്, അമ്മേ അത് ചെയ്യണ്ടേ, ഈവൻ വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും അമ്മ പിന്നെ പറയാതെ. ഞാൻ അതൊന്നും ഇട്ട് പറയില്ല, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയും. ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവർ, അവരുടെ ആ ഗ്രാഫ് വളരെയധികം താണു വരും. അവസാന ആഴ്ചകൾ, അവസാനത്തെ 2 ആഴ്ച ഞാൻ പറയാം, ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു പ്രാർത്ഥനയുടെ ഒരു ഇത് വിളികളോ, അമ്മ വിളിക്കുന്നില്ല, കൃഷ്ണ എന്ന് വിളിക്കുന്നില്ല, ശിവ എന്ന് വിളിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നു, എനിക്കിതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈവൻ ദോ ഷീ ഈസ് മൈ മദർ, ഐ എം ജസ്റ്റ് ഒബ്സർവിങ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. അപ്പൊ ഒരു ദിവസം അമ്മയെ കാണാൻ ചെന്നപ്പോ അമ്മ ഈ കീമോതെറാപ്പി ചെയ്യുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, അതിനൊരു ഓപ്പോസിറ്റ് ഒരു ലോഡ്ജ് ഉണ്ട്. സ്ഥിരം ഈ കീമോതെറാപ്പിയുടെ ഒരു ലോഡ്ജാണ്, അവിടെയാണ് വന്ന് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ ഒരു ദിവസം ചെന്നപ്പോ 1.5 ആഴ്ച ബാക്കിയുള്ളൂ. അമ്മയെ കണ്ടു. അമ്മ എന്നോട് പറയുന്നു, ഒരു ചായയും 2 ബിസ്ക്കറ്റ് എന്നാണ് എന്നോട് പറയുന്നത്. ഇങ്ങനെ ഒരു സ്വപ്നാടകയെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ചായയും ബിസ്ക്കറ്റും വേണമെന്നാണോ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞല്ല, നീ അവിടെ സഞ്ചയനത്തിന് അത് മതി. എനിക്ക് ഭയങ്കരമായി അത് അസ്വീകാര്യം. ഒരു മകൻ എന്ന നിലയിലും ഈവൻ നമുക്ക് എന്താ പറയാ, കുറെ വർഷമായി. അപ്പം നമുക്കൊട്ടും സ്വീകരിക്കാൻ വയ്യ. ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ് എന്റെ പറയുന്നത് ഇത് മിണ്ടായിരുന്നോളൂ, ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാം, അങ്ങനെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, അത് മതി മോനെ, ഒരു ചായയും 2 ബിസ്ക്കറ്റും സഞ്ചയനത്തിന്, അത് വെച്ചാൽ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടൊന്നും വേണ്ട എന്ന് പറയും. ഞാൻ ഒരുപാട് ശകാരിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷെ ഞാനത് ഐ വാസ് സ്റ്റൺഡ്, യുനോ. എനിക്കത്, അമ്മയെ പോലുള്ള ഒരു വ്യക്തി ഞാൻ അത്രയും വർഷം കാണുന്നു, ജനിച്ചിടം തൊട്ട് അമ്മയെ കാണുന്നില്ല, ദിലീപ് പറയുന്നതാണ്, ജനിച്ചിടം തൊട്ട് അമ്മയെ കാണുന്നുണ്ട് എന്ന് പറയുന്നതാണ്. ഒരു വ്യക്തിയിലുണ്ടായ ഒരു മാറ്റം, ഒരു സഞ്ചയനത്തെ കുറിച്ചൊക്കെ അത്ര വളരെ റിയലിസ്റ്റിക് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഒരു ബോധത്തോടു കൂടി, യാതൊരു ട്രാപ്പിങ്സും ഇല്ലാതെയാണ് അമ്മ ഇറങ്ങിപ്പോകുന്നത്. പല കടുത്ത വിശ്വാസികൾ അവസാനത്തെ ഒരു ഘട്ടം വരുമ്പോൾ അവരിൽ ഇതൊന്നും ഉണ്ടാകും. എല്ലാവരും ജനിക്കുന്നത് നിരീശ്വരവാദിയായിട്ടാണ്, മരിക്കുന്നതും അങ്ങനെയായിട്ടാണ്. മതം എന്ന് പറയുന്നത് ഇടയ്ക്ക് ധരിക്കുന്ന ഒരു ആഭരണം മാത്രമാണ് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം. നമസ്കാരം.